പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഒരാഴ്ച മാത്രമാണ് കാത്തിരിപ്പ് അവസാനിക്കാനുള്ളത്. ഓരോ IPL സീസണും കേവലം കിരീട നേട്ടത്തിനായുള്ള പോരാട്ടം എന്നതിലുപരി ദേശീയ ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന യുവതാരങ്ങളെ സംബന്ധിച്ച് സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കാനുള്ള അവസരം കൂടിയാണ്. ഇത്തരത്തിൽ IPLിലൂടെ മികവ് കാട്ടി ഇന്ത്യൻ ടീമിലേക്ക് വന്നവർ ഏറെയാണ്. നിലവിലെ ഇന്ത്യൻ ടീമിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും IPLിലൂടെ കഴിവ് കാട്ടി വന്നവരാണെന്നത് യാഥാർത്ഥ്യം. ഈ സീസണിലൂടെയും നിരവധി യുവതാരങ്ങൾ ദേശീയ ടീമെന്ന സ്വപ്നം കാണുന്നുണ്ട്. ഈ സീസണിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യതയുള്ള 7 താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. വൈഭവ് സൂര്യവംശിയാണ് ഒന്നാമത്തെ താരം. രാജസ്ഥാൻ റോയൽസിനൊപ്പം അവസാന സീസണിൽ തന്നെ എല്ലാവരുടെയും കയ്യടി നേടാൻ വൈഭവിന് സാധിച്ചിരുന്നു. അരങ്ങേറ്റ സീസണിൽ സെഞ്ചുറി നേടി ഞെട്ടിച്ച വൈഭവ് ഈ സീസണിൽ രാജസ്ഥാന്റെ സൂപ്പർ ഹീറോയായി മാറുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മികച്ച മുന്നൊരുക്കം നടത്തിയാണ് വൈഭവിന്റെ വരവ്. താരത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ ഗംഭീരമാണെന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. രണ്ടാമത്തെ താരം ആയുഷ് മാത്രയാണ്. അണ്ടർ-19 ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മാത്രേ ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇത്തവണയും CSKയുടെ ഓപ്പൺ റോളിൽ ആയുഷ് മാത്രയെ കാണാം. രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും അടക്കം തിളങ്ങിയ മാത്രയെ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാണുന്നത്. 7 മത്സരത്തിൽ നിന്ന് 240 റൺസാണ് അവസാന സീസണിൽ മാത്രേ നേടിയത്. പ്രശാന്ത് വീറാണ് മൂന്നാമത്തെ താരം. 14.2 കോടിക്കാണ് പ്രശാന്തിനെ CSK ടീമിലേക്ക് എത്തിച്ചത്. സ്പിൻ ഓൾറൗണ്ടറായ പ്രശാന്ത് UP പ്രീമിയർ ലീഗിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഭേദപ്പെട്ട പ്രകടനത്തോടെ തിളങ്ങിയിരുന്നു. ഇത്തവണ CSKക്കായി മാച്ച് വിന്നിംഗ് പ്രകടനം നടത്താൻ പ്രശാന്തിന് സാധിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കാർത്തിക് ശർമ്മയാണ് മറ്റൊരു താരം. 14.2 കോടിക്കാണ് കാർത്തികിനെ CSK സ്വന്തമാക്കിയത്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ കാർത്തിക് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രാജസ്ഥാനായി ശോഭിച്ചിരുന്നു. 11 ഇന്നിംഗ്സിൽ നിന്ന് 334 റൺസാണ് കാർത്തിക് നേടിയത്. വലിയ ഭാവിയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന കാർത്തികിനെ ഇത്തവണ CSK കളിപ്പിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. MS ധോണിയും സഞ്ജു സാംസണും ഉർവിൽ പട്ടേലും വിക്കറ്റ് കീപ്പർമാരെ CSKയിലുള്ളപ്പോൾ കാർത്തിക്കിന് പ്ലേയിൽ ഇലവരെത്തുക എളുപ്പമായിരിക്കില്ല. എന്നാൽ വലിയ ഭാവി മുന്നിലുള്ള താരമാണ് കാർത്തിക് എന്ന് നിസ്സംശയം പറയാം. അശോക് ശർമ്മയാണ് മറ്റൊരു താരം. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പേസ് ബൗളറായ അശോക് ശർമ്മയും ഇത്തവണ മികവ് കാട്ടാൻ ശേഷിയുള്ള താരമാണ്. 23-കാരനായ താരം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രാജസ്ഥാനായി 8 മത്സരത്തിൽ നിന്ന് 20 വിക്കറ്റാണ് നേടിയത്. ആശിഷ് നെഹ്റയെ പോലൊരു സൂപ്പർ പേസർ പരിശീലിപ്പിക്കുന്ന ഗുജറാത്ത് ടീമിനൊപ്പം അശോകിന് തിളങ്ങാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. മൻകേഷ് യാദവാണ് മറ്റൊരു താരം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് 23-കാരനായ താരത്തെ ഇത്തവണ ടീമിലേക്ക് എത്തിച്ചത്. മധ്യപ്രദേശുകാരനായ താരം മധ്യപ്രദേശ് പ്രീമിയർ ലീഗിൽ 6 മത്സരത്തിൽ നിന്ന് 14 വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയിരുന്നു. ഇതേ മികവ് IPLിൽ ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഡൽഹി ക്യാപിറ്റൽസ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയ സഹിൽ പരാഗ് മറ്റൊരു പ്രധാനപ്പെട്ട യുവതാരമാണ്. 18-കാരനായ ഇടങ്കയ്യൻ താരം ഓപ്പണർ റോളിലാണ് കൂടുതൽ ശോഭിക്കുന്നത്. ഇത്തവണ ഡൽഹിക്ക് കളിക്കാൻ അവസരം കൊടുത്താൽ ശ്രദ്ധേയ പ്രകടനം നടത്താൻ സഹിലിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.